എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം HSAയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം 2021 ജൂൺ മാസമാണ് കഴിഞ്ഞ മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ. അതായത് ഒരു 4 വർഷ കാലയളവ് എടുത്തിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഒട്ടനവധി ആളുകൾ അന്ന് ഈ പറഞ്ഞ പോലെ BEd ഒക്കെ അപേക്ഷിച്ച ആളുകൾ, BEd ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ 2021 അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്ന ആളുകൾ, അപ്പൊ അവരൊക്കെ ആദ്യമായിട്ട് HSAയുടെ സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതാൻ ഒരുങ്ങുകയാണ്. ഓക്കെ, അപ്പോ 4 വർഷമായി. 2021 ജൂൺ മാസത്തിലാണ് എന്ത് വന്നത്, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്കറിയാം. പരീക്ഷ 2023 നടന്നത്. റാങ്ക് ലിസ്റ്റുകളൊക്കെ 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്കാണ് റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ എന്തുണ്ടാവത്തുള്ളൂ, ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ റദ്ദാവത്തുള്ളൂ. അപ്പൊ ആ സമയത്തേക്ക് ഈ റാങ്ക് പട്ടിക, ഇതിന്റെ പരീക്ഷ നടത്തി റാങ്ക് പട്ടിക പബ്ലിഷ് ചെയ്ത് പ്രാബല്യത്തിൽ വരണം. ആ രീതിക്ക് അനുസരിച്ചായിരിക്കും PSC എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാവുന്ന സമയത്ത് തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരണം. ആ രീതിയിലാണ് ഇപ്പോ PSC എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം 2021 മാർച്ചിൽ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്നു. മാർച്ചിലോ ഏപ്രിലോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2023 മാർച്ചിലോ ഏപ്രിലോ ആ ടൈമിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അന്ന് ഒരു വർഷമൊക്കെ എന്തുണ്ടായിരുന്നു, നമുക്ക് പഠിക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. PSC കൃത്യമായിട്ട് കാര്യങ്ങളെ ഓരോ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പരീക്ഷയുടെ ഡേറ്റ്, അതുപോലെ തന്നെ സിലബസ് എപ്പോ വരും, ഇതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു നിലപാട് ഇപ്പോൾ PSCക്ക് ഉണ്ട്. മാത്രമല്ല, നിലവിൽ വരുന്ന പരീക്ഷകളൊക്കെ, നിലവിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷകൾ വളരെ പെട്ടെന്ന് വരാം. ചില പരീക്ഷകൾ ഇപ്പം ഈ അടുത്തിടെ വന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ്, അതുപോലെ ഈ അടുത്തിടെ വന്ന നമ്മുടെ KS പരീക്ഷ, നോട്ടിഫിക്കേഷന്റെ കൂടെ കൺഫർമേഷനോടെ വന്നത്. ആകെ പഠിക്കാൻ 3 മാസമാണ് പിള്ളേർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മള് കൃത്യമായിട്ട് നമുക്കൊരു 6 മാസം 7 മാസത്തിനപ്പുറത്തേക്ക് നമുക്ക് ടൈം കിട്ടാൻ സാധ്യതയില്ല. അങ്ങേയറ്റം പോയാൽ 7 മാസം. നോട്ടിഫിക്കേഷൻ വന്ന് 7ാമത്തെ മാസം, 6 മാസം 7 മാസത്തിനുള്ളിൽ എന്താവും, മാക്സിമം പരീക്ഷ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഓരോ ദിവസവും പഠനം ആരംഭിക്കാം എന്ന് പറഞ്ഞ് തള്ളി നീക്കുന്ന ഓരോരുത്തരുണ്ട്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ആയിട്ട് പറയാണ്, നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ലക്ഷ്യം ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ കഴിയും. നമുക്ക് നേരത്തെ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ആരംഭിക്കണം. നമ്മൾ ആ സമയത്ത് ആരംഭിച്ചാൽ പോരാ. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ്, ഒരു മാസം മുമ്പൊക്കെ തുടങ്ങിയാൽ നമ്മൾ അവിടെ എത്തത്തില്ല. ആ ദൂരം നമ്മൾ നടന്നു തീരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമുക്ക് HSA അറിയാം, നമ്മുടെ സോഷ്യൽ സയൻസ് വിളിച്ചു, HSA പരീക്ഷകൾ വിളിച്ചു. HSA പരീക്ഷയുടെ ഒരു പ്രത്യേകത എല്ലാം നിങ്ങൾക്ക് അറിയാം. നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റാണ്, ആളുകൾ ബഹുമാനിക്കുന്ന ഒരു തസ്തികയാണ്. അത്യാവശ്യം നമ്മുടെ ലൈഫ് തന്നെ സെറ്റിൽ ആവും. നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വളരെ ഗൗരവമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്നത് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമുക്ക് മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് ഉഷാറാവേണ്ട സമയമായിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് മുന്നോട്ട് പഠിച്ച്, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷയൊക്കെ എഴുതി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇപ്പോഴേ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒട്ടനവധി പേരുടെ സംശയങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തെ മിക്കവാറും ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തെ നിയമന നില നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് തന്നെ. കഴിഞ്ഞ തവണത്തെ നിയമന നില എത്ര, എവിടെയാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത്, അതുപോലെ കട്ട് ഓഫ് എവിടെയാണ് കുറവ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും പലരും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം, സ്കൂളുകളൊക്കെ കൂടുതലുള്ള ജില്ലകൾ സ്വാഭാവികമായിട്ടും വടക്കൻ ജില്ലകൾ, മലബാറിലെ ജില്ലകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് അറിയാം, നമ്മുടെ LP ആയാലും UP ആയാലും HSA നിയമനങ്ങളായാലും ഒക്കെ കൂടുതൽ നടക്കുന്നത് വടക്കൻ ജില്ലകളിലാണ്. ചില ജില്ലകൾ എസ്പെഷ്യലി നമുക്ക് മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ കൂടുതൽ നിയമനങ്ങൾ എല്ലാ ലിസ്റ്റിൽ നിന്ന് നടന്ന് കാണുന്നുണ്ട്. അപ്പോ കൂടുതൽ പേരും ഇത്തവണയും
പതിവ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനം ഉള്ളിടത്താണ് അയക്കാൻ സാധ്യത. പക്ഷെ മറ്റു ചില കാര്യങ്ങളും കൂടി നിങ്ങളൊക്കെ എന്താ പറയുക കണക്കിലെടുത്ത് വേണം നിങ്ങൾ EWSകാരൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷന്റെ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. HSAയുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചു. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താ നമ്മുടെ സംശയം. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം? കഴിഞ്ഞ തവണത്തെ ഇതുവരെയുള്ള നിയമനമില്ല നമുക്കറിയാം. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിങ്ങൾക്ക് അറിയാം. 2026 ഡിസംബറിലെ ഉണ്ട് എന്തുണ്ടാവത്തുള്ളൂ, നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാവത്തുള്ളൂ. 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ഈ ഒരു റാങ്ക് പട്ടിക 2026 ഡിസംബർ മാസം വരെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു ടൈമിലേക്ക് എന്തുണ്ടാവത്തുള്ളൂ, നമുക്ക് റാങ്ക് പട്ടിക റദ്ദാവത്തുള്ളൂ. അപ്പൊ ഇതുവരെ നടന്ന നിയമന നില ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ 2021 ജൂൺ മാസമാണ്. നമുക്കറിയാം 2021 ജൂൺ മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് പരീക്ഷ എക്സാം വന്നത് 2022 മാർച്ച് മാസമാണ്. മാർച്ചാണ് എക്സാം വന്നത്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം ഈ ഒരു മാസങ്ങളിലോട് കൂടിയാണ് വിവിധ ജില്ലകളിലെ റാങ്ക് പട്ടിക പബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം 2021 ജൂണില് നോട്ടിഫിക്കേഷൻ വന്നു. 2022 മാർച്ച് വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഇത്തവണയും നമുക്കൊരു 6 മാസം ആ ഒരു ടൈമിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് പരീക്ഷ ഉണ്ടാവും. ഇപ്പം വിളിക്കുന്ന നേരത്തെ പോലല്ല. 2021 വിളിച്ചപ്പോ കുറച്ച് സമയം അധികം കിട്ടിയെങ്കിൽ പോലും നമുക്ക് നിങ്ങൾക്കറിയാം ഇപ്പൊ വിളിക്കുന്നതൊക്കെ നേരത്തെ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പരീക്ഷ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടണമെന്നില്ല, എങ്കിലും നമുക്കൊരു 6 മാസം സമയം ഉണ്ടാവും. നമുക്ക് ഈ വർഷാവസാനത്തോടുകൂടി പരീക്ഷ വരും. ഈ വർഷാവസാനത്തോടുകൂടി പരീക്ഷ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താ, നമുക്ക് എടുത്ത റാങ്ക്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നത് ഏതാ, 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്കാണ് 14 ജില്ലകളിലെയും റാങ്ക് പട്ടിക റദ്ദാവുന്നത്. ഈ ഒരു 3 മാസം 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് റാങ്ക് പട്ടിക റദ്ദാവുന്നത്. അപ്പൊ ഈ സമയത്തേക്ക് ഈ പരീക്ഷ നടത്തി, ഈ പരീക്ഷയുടെ മുഴുവൻ പ്രോസസ്സിങ്, അതായത് നമ്മൾ പരീക്ഷ നടത്തി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി മെയിൻ ലിസ്റ്റ് വന്നു, അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ടല്ലോ ഇതിനകത്തില്. അപ്പൊ ഇതെല്ലാം ഈ കടമ്പകളെല്ലാം കഴിഞ്ഞ് 2026 പല ജില്ലകളിലെയും ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാവുമ്പോൾ ഈ പറഞ്ഞ പരീക്ഷയുടെ റാങ്ക് പട്ടിക അന്നേരത്തേക്ക് പബ്ലിഷ് ചെയ്യണം. ആ സമയത്തേക്ക് ഈ റാങ്ക് പട്ടികകൾ പ്രാബല്യത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് PSC ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 2021 ഡിഗ്രി പഠിക്കുന്ന അല്ലെങ്കിൽ BEd ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്ന ആളുകളാണ്. 4 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വിവിധ ജില്ലകളിൽ നടന്ന HSAയുടെ ഇതുവരെ നടന്ന നിയമനങ്ങൾ നോക്കാം. നമുക്കറിയാം ലിസ്റ്റിന് ഇനിയും ഒരു 1.5 വർഷമൊക്കെ നമുക്ക് 1.5 വർഷമൊക്കെ എന്തുണ്ട്, നമുക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ 1.5 വർഷത്തിനിടയിൽ ഇനിയും ധാരാളം നിയമനങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ നടക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. തിരുവനന്തപുരത്തെ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നോക്കിയേ. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നിങ്ങൾ നോക്കിയേ. 9/10/2023. സ്വാഭാവികമായിട്ടും 9/10/2026 വരെയാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി. 2026 വരെയാണ്. 9/10/2026 വരെയാണ്. എത്ര നിയമനങ്ങൾ ഇതുവരെ നടന്നു? 22 നിയമനങ്ങളാണ് ഇതുവരെ നടന്നത്. 22 നിയമനങ്ങളാണ് ഇതുവരെ നടന്നത്. ഇത് ഏകദേശം നമുക്ക് ഇനി ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അടുത്ത വർഷം അവസാനം വരെ നമുക്ക് കാലാവധി കിടക്കും ഈ ലിസ്റ്റിന്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് ഒരു 50-ലധികം നിയമനം എന്തായാലും ഈ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തെ കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കൻസ് എത്ര ഉണ്ടായിരുന്നു? 1898 പേരായിരുന്നു തിരുവനന്തപുരത്തെ ആപ്ലിക്കൻസ്. ട്രിവാൻഡ്രത്തെ ആപ്ലിക്കൻസ് 1898 പേരായിരുന്നു. കട്ട് ഓഫ് വന്നത് 39.67 ആയിരുന്നു. കട്ട് ഓഫ് വന്നത് 39.67 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 97 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ നമുക്കറിയാം 22 പേർക്ക് അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞു. 22 പേർക്ക് അഡ്വൈസ് നടന്നു കഴിഞ്ഞു. അതുപോലെ നോക്കിയേ, കൊല്ലം ജില്ല
കൊല്ലത്തും അതുപോലെ 2026 നവംബർ മാസത്തിലെ റാങ്ക് പട്ടിക റദ്ദാവത്തുള്ളൂ. 2026 നവംബർ മാസത്തിലെ റാങ്ക് പട്ടിക റദ്ദാവത്തുള്ളൂ കൊല്ലത്തും. കൊല്ലത്ത് പക്ഷെ 23 നിയമനം നടന്നു. തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ നിയമനം എവിടെ നടന്നത്? കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 23 അഡ്വൈസ് ആണ് ഇതുവരെ കൊല്ലത്ത് നടന്നത്. ഇപ്പൊ നോക്കി 1723 പേരാണ് കൊല്ലത്ത് അപ്ലൈ ചെയ്തത്. 39.33 ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നത്. കൊല്ലത്തെ കട്ട് ഓഫ് വന്ന് 39.33 ആണ്. 99 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 99 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കൊല്ലത്തെ അവസ്ഥ. നേരെ നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോവാം. പത്തനംതിട്ട നോക്കി, പത്തനംതിട്ടയിലെ ആപ്ലിക്കന്റ് എണ്ണം എത്ര നോക്കി? 369 പേരാ. പത്തനംതിട്ടയില് 369 പേരാണ് ആപ്ലിക്കൻസ്. വെറും 369 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം HSA പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവര്. കട്ട് ഓഫ് വെറും 33.67 ആണ്. 33.67 ആണ് കട്ട് ഓഫ് വന്നത്. 33.67 ആണ് പത്തനംതിട്ടയുടെ കട്ട് ഓഫ് വന്നത്. നോക്കിയേ, 33.67. മെയിൻ ലിസ്റ്റിൽ 20 പേരെ ഇട്ടിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റ് 20 പേരേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നോക്കിയേ, 20 പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടു. 6 പേരെ എന്തായാലും എടുത്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ. ഇനിയും ടൈം ഉണ്ട്. എങ്ങനെ പോലും ഒരു 15+ നിയമനം എവിടെ നടക്കും? 20 പേരെ മെയിൻ ലിസ്റ്റ് കിട്ടിയിൽ ഒരു 15-18 മെയിൻ ലിസ്റ്റിൽ നിന്ന് അത്രയൊക്കെ പോകാനുള്ള സമയമുണ്ട്. അത്രയൊക്കെ പോകാനുള്ള റിട്ടയർമെന്റ് ഉണ്ട്, സാഹചര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ പത്തനംതിട്ട വളരെ ചുരുക്കം, വളരെ ചെറിയ ആപ്ലിക്കൻസി ഉള്ളായിരുന്നു. മത്സരവും അനുബന്ധിച്ച് വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് കട്ട് ഓഫ് കാണുമ്പോൾ 33.67 ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അടുത്ത് നോക്കി, ആലപ്പുഴ ജില്ലയിലെ 7/11/2026 വരെ എന്തുണ്ട്? അത് നവംബർ മാസത്തിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2026 നവംബർ വരെ എന്തുണ്ടാവും? നമുക്ക് ലിസ്റ്റ് കാലാവധി ഉണ്ട്. 22 നിയമനം ആലപ്പുഴയിൽ നടന്നു. 22 നിയമനങ്ങൾ ആലപ്പുഴയിൽ നടന്നു എന്നുള്ളത് നോക്കണം. ആകെ 446 പേര് അപ്ലൈ ചെയ്തേ. ആലപ്പുഴയിൽ ആകെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 446 ആണ്. 446 ആണ്. കട്ട് ഓഫ് 36 ആണ്. കട്ട് ഓഫ് 36 ഉള്ളായിരുന്നു കട്ട് ഓഫ്. 26 പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. 26 പേരെയാണ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ 26 പേരെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നോക്കി, ഈ മെയിൻ ലിസ്റ്റ് ഫുള്ള് കവർ ചെയ്യും കേട്ടോ. ആലപ്പുഴ ഒരു നല്ല ചോയ്സ് ആണ്. ആലപ്പുഴ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ആലപ്പുഴയില് 446. ആകെ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവും, മത്സരം വളരെ കുറവും. കട്ട് ഓഫ് 36.26 ആയിരുന്നു. മത്സരം വളരെ കുറവായിരുന്നു. ആകെ ആളുകൾ 446 പേരെ എന്തുണ്ടു അപ്ലൈ ചെയ്തുള്ളൂ. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുവരെ 22 അഡ്വൈസ് പോയിട്ടുണ്ട്. 22 അഡ്വൈസ് പോയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴയിൽ. പക്ഷേ നോക്കിയേ, മെയിൻ ലിസ്റ്റിൽ 26 പേരെ ഇട്ടിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റിൽ 26 പേരെ ഉള്ളൂ. ആലപ്പുഴയിൽ മെയിൻ ലിസ്റ്റിൽ 26 പേരെ ഉള്ളൂ. 26 പേരെ ഉള്ളൂ. അപ്പൊ ആലപ്പുഴയിലെ ലിസ്റ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ റദ്ദാവാനുള്ള സാഹചര്യം ഉണ്ട്. കാരണം 26 പേരെ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ. അതിൽ 22 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നോർമലി നമുക്കറിയാം ഈ വർഷം തന്നെ മിക്കവാറും ആലപ്പുഴയിലെ HSAയുടെ സോഷ്യൽ സയൻസിന്റെ ലിസ്റ്റ് അവസാനിച്ചാൽ പിന്നെ വരുന്ന ഒരു വർഷ കാലയളവ് വരുന്ന നിയമനങ്ങള്, വരുന്ന റിട്ടയർമെന്റ് വേക്കൻസികൾ, ഇതെല്ലാം ഈ വരുന്ന പുതിയ അതായത് ഒരു വർഷം മിക്കവാറും ലിസ്റ്റ് ഇല്ലാതെ HSA സോഷ്യൽ സയൻസിന് ആലപ്പുഴ ജില്ലയിൽ ലിസ്റ്റ് ഇല്ലാതെ കിടക്കാനൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷം വരുന്ന വേക്കൻസികളൊക്കെ ഈ ഒരു പുതിയ വരുന്ന ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അതിൽ എന്താവും, റിപ്പോർട്ട് ചെയ്ത് നിയമനം നടക്കുകയും ചെയ്യും. അപ്പൊ ആലപ്പുഴ ഒരു നല്ല ചോയ്സ് ആണ്. കോട്ടയം നോർമലി ഈ പറഞ്ഞ വടക്കൻ ജില്ലകളിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും. കോട്ടയം നോക്കിയേ, കോട്ടയത്ത് 623 പേരാണ് അപ്ലൈ ചെയ്തത്. ടോട്ടൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 623 ആണ്. 34.67 ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് വന്നത്. ഓക്കെ, കോട്ടയത്ത് 22 പേരെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടേക്കുന്നത്. 22 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. അതിൽ 11 ടോട്ടൽ അഡ്വൈസ് 11 നടന്നു കഴിഞ്ഞു. 22 പേരെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടേക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 22 പേരെയാണ് ഇട്ടേക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 11 നടന്നു കഴിഞ്ഞു. അതുപോലെ നോക്കി, ഇടുക്കി ഡിസംബർ മാസത്തിലെ 2026 ഏറ്റവും അവസാനം വന്നൊരു ജില്ലയിൽ ഒന്നാണ് ഇടുക്കി. ഇടുക്കിയില്
ഇതുവരെ നിയമനങ്ങൾ 4 നിയമനേ നടന്നിട്ടുള്ളൂ. 4 നിയമനം ഇടുക്കി നടന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. 2026 ഡിസംബർ മാസത്തിലെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുക്കിയിലെ റദ്ദാവത്തുള്ളൂ. ഇടുക്കിയിൽ ആകെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നോക്കി 518 കേട്ടോ. ഇടുക്കിയിൽ 518 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 518 പേരാണ് ടോട്ടൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കൻസ് ആണേ. 518 ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കൻസ്. 37.33 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. മെയിൻ ലിസ്റ്റിൽ പക്ഷെ 30 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 പേരെ ഉൾപ്പെടുത്തി. പക്ഷെ ഇതുവരെ നടന്ന നിയമനം 4 ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആകെ ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലയാണ് ഇടുക്കി എന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും കുറവാണ് ഇതുവരെ നടന്ന നിയമനങ്ങളിൽ ഏറ്റവും കുറവ് നിയമനമാണ് ഇടുക്കിയിലെ. അതിൽ കൂടുതൽ പത്തനംതിട്ടയിലൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ 1399 ആളുകളാണ്. 1399 ഉദ്യോഗാർത്ഥികളാണ്. 1399 ഉദ്യോഗാർത്ഥികളാണ് എറണാകുളം ജില്ലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 1399 ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തത്. ഇതിന്റെ റാങ്ക് പട്ടിക 8 ഡിസംബർ 2026 അവസാനിക്കത്തുള്ളൂ. അപ്പോൾ റാങ്ക് പട്ടിക 2026 ഏറ്റവും അവസാനം ആണ് എന്ത് ചെയ്യുന്നത്. ഇടുക്കിയെ പോലെ തന്നെ എറണാകുളം ഇടുക്കിയൊക്കെ ഏകദേശം ഒരേപോലെ റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്ന ജില്ലകളാണ്. 1399 പേരാണ് അപ്ലൈ ചെയ്തത്. കട്ട് ഓഫ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് 40 കട്ട് ഓഫ്. 49 പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ നിയമനം 16 ആണ്. ഇതുവരെ നടന്ന നിയമനങ്ങൾ 16 ആണ്. സമയമുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയൊക്കെ സംബന്ധിച്ച് ഇനിയൊരു ഒരു 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 10-15 മാസം സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും നിയമനങ്ങൾ എന്തായാലും എറണാകുളം ജില്ലയിലൊക്കെ നടക്കും. അപ്പൊ നിലവിൽ 16 അഡ്വൈസ് ആണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ നോക്കിയേ തൃശ്ശൂർ 1814 പേരാണ് ടോട്ടൽ ആപ്ലിക്കന്റ്. 1814 പേരായിരുന്നു ടോട്ടൽ ആപ്ലിക്കന്റ് വന്നത് തൃശ്ശൂര്. 41.33 ആണ് കട്ട് ഓഫ് വന്നത്. 41.33 ആണ് കട്ട് ഓഫ് വന്നത്. 41.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 73 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ 73 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട്. തൃശ്ശൂർ 73 പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത്. ഇതുവരെ പോയ നിയമനം 19 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. 19 അഡ്വൈസ് ആണ്. അപ്പൊ 73 ആണ് ടോട്ടൽ മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം. മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 73 ആണ്. 19 ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നല്ലൊരു സാഹചര്യമാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയില് നവംബർ മാസത്തിലാണ് 2026 നവംബറിലാണ് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്. 2303 പേരാണ് അപ്ലൈ ചെയ്തത്. പാലക്കാട്ട് കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 2303. കട്ട് ഓഫ് 42.67 ആണ്. മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം 100 ആണ്. പാലക്കാട് 100 ആണ്. 100 പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ 43 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നടന്നു. ഇനിയും സമയമുണ്ട്. ഇനിയും നല്ല നിയമനം ഈ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ നടക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ എന്തായാലും ഒരു 80 ആ ഒരു റേഞ്ചിൽ 75-80 റേഞ്ചിലേക്ക് എനിക്ക് തോന്നുന്നു എത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഫ്രഷ് വേക്കൻസികളും റിട്ടയർമെന്റ് വേക്കൻസികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അനുസരിച്ച് എന്തുണ്ടാവും. ഇപ്പൊ തന്നെ 43 നിയമനം പാലക്കാട് നടന്നു കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കണക്കല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും അവിടെ നന്നായിട്ട് പാലക്കാട് ജില്ലയിൽ എന്ത് നടക്കും, നിയമനം നടക്കും. മലപ്പുറം ജില്ല നോക്കി എല്ലാവരും ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ഈ HSA പോലുള്ള നോട്ടിഫിക്കേഷൻസ് വന്നാലും അതുപോലെ തന്നെ നമ്മുടെ LP UP നോട്ടിഫിക്കേഷൻ വന്നാലും ഒക്കെ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. കാരണം മലപ്പുറം ജില്ല അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ സ്കൂളുകളുടെ എണ്ണം, പോപ്പുലേഷൻ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിയമനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്ന ഒരു ജില്ല കൂടിയാണ്. ധാരാളം സർക്കാർ സ്കൂളുകൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ലിസ്റ്റിലും നോക്കിയേ ഒരു വലിയൊരു പ്രാധാന്യം മലപ്പുറത്തിനുണ്ട്. എന്താ അത്? നമുക്ക് മലപ്പുറത്തിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നത് നമുക്കറിയാം 2026 ഡിസംബർ മാസത്തിലേ ഉള്ളൂ ഈ HSA മലപ്പുറത്ത് റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നത്. എനിക്ക് തോന്നുന്നു എറണാകുളവും അതുപോലെ തന്നെ മലപ്പുറം എല്ലാം ഒറ്റ ദിവസമാണ് റദ്ദാവുന്നത്. എറണാകുളം മലപ്പുറം എല്ലാം ഒറ്റ ദിവസമാണ് റദ്ദാവുന്നത്. അപ്പൊ നോക്കി മലപ്പുറത്ത് കഴിഞ്ഞ തവണ 4591 പേര് അപ്ലൈ ചെയ്തേ. ആപ്ലിക്കൻസിന്റെ എണ്ണം കണ്ടോ, വളരെ കൂടുതലല്ലേ. ബാക്കിയുള്ള ജില്ലകളിലേക്കാൾ കൂടുതൽ ആളുകൾ എപ്പോഴും എന്നും മലപ്പുറത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മത്സരം നല്ല
ടൈറ്റ് ആയിരിക്കും. മത്സരം നന്നായിട്ടുള്ള ജില്ലയാണ് മലപ്പുറം എന്നുള്ള കാര്യം ആലോചിക്കുക. അതിന്റെ കൂടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ മലപ്പുറത്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവർ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, നല്ല എഫർട്ട് ഇട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് നിയമനം നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിയമനം കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ മലപ്പുറം ജില്ല അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോ ദിവസവും ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കാറുണ്ട് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത്. അപ്പൊ മലപ്പുറം നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നോക്കിയേ, മലപ്പുറത്തിന്റെ ടെസ്റ്റിന്റെ കാലാവധി 2026 ഡിസംബറിലാണ് അവസാനിക്കുന്നത്. 4591 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 42 കട്ട് ഓഫ് 247 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങൾ 50 പേരെ, 80 പേരെ, 70 പേരെയൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം 247. ഓക്കെ, അതിൽ കുറവ് ഉൾപ്പെടുത്തിയേക്കുന്ന പിന്നെ വരുന്നത് കോഴിക്കോടേ ഉള്ളൂ, 119. അപ്പോ 247 ആണ്. തിരുവനന്തപുരത്തൊക്കെ വെറും 97 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും 247 പേരെ മലപ്പുറത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലിസ്റ്റിൽ നല്ല നിയമനം നടക്കും എന്നതിന്റെ സൂചന കൂടിയാണ്. 61 പേരെ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, 61 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. എന്തായാലും ഇതൊരു 100-150 ആ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മലപ്പുറത്ത്. ഇപ്പൊ ഈ വരുന്ന ഓരോ മാസങ്ങളിലെയും നമുക്കറിയാം പുതിയ വേക്കൻസികൾ സ്കൂളുകൾ പുതിയതായിട്ട് അനുവദിക്കുന്ന അടക്കം, അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെന്റ് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും മലപ്പുറത്ത് നല്ലൊരു നിയമനം നടക്കും എന്നുള്ള സൂചന നമുക്കുണ്ട്. എന്തായാലും നടക്കും. അപ്പൊ മലപ്പുറം ജില്ല എല്ലാ തവണയും അധ്യാപകരെ സൃഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകർ കൂടുതൽ ആളുകളും മലപ്പുറം ജില്ലകളിൽ പോയിട്ട് പരീക്ഷ എഴുതാറുണ്ട്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസും മത്സരവും വരുന്നൊരു ജില്ല കൂടിയാണ് മലപ്പുറം എന്നുള്ളത് ഓർക്കുക. അപ്പൊ മലപ്പുറത്ത് എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമനം നടക്കുന്ന ജില്ലകളാണ്. പാലക്കാട് ആയാലും എറണാകുളത്തൊക്കെ സ്കൂളുകളുണ്ട്, കൂടുതൽ സ്കൂളുകളുണ്ട്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. അവിടെയൊക്കെ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവാണെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും പോയി ഈ നിയമനങ്ങൾ നോക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ചാൻസസ് ഉള്ള ജില്ലകൾ അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. അവ കൂടി നിങ്ങൾ പരിഗണിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. ഓക്കെ, അത് മാത്രമല്ല ഇത്തവണ EWSകാരൊക്കെ ഉണ്ട്. EWSകാർക്ക് അത്യാവശ്യം എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ ഇനി നമുക്ക് ഈ ഒരു ചാനലിൽ കൂടി തന്നെ, മാസ്റ്റർ കെ അക്കാഡമിയുടെ ഈ ചാനലിൽ കൂടി തന്നെ നിങ്ങളെ അതിനുവേണ്ടി നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നോക്കിയേ, കോഴിക്കോട് ജില്ല, കോഴിക്കോട് നോക്കിയേ, കോഴിക്കോട്ടും നവംബർ മാസത്തില് 2026 നവംബറിൽ എന്തുണ്ടാവും, കോഴിക്കോട്ടും റാങ്ക് ലിസ്റ്റ് റദ്ദാവും. കോഴിക്കോട്ട് നോർമലി അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 2381 കേട്ടോ. അപ്പൊ മലപ്പുറത്തിനേക്കാളൊക്കെ പകുതിയാണ് കോഴിക്കോട്ട് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം. 2381. കട്ട് ഓഫ് 43 വന്നു. 119 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. കോഴിക്കോട് 33 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നടന്നു. 33 ടോട്ടൽ അഡ്വൈസ് നടന്നത്. ഓക്കെ, അതുപോലെ തന്നെ വയനാട് നോക്കിയേ, വയനാടൊക്കെ ആപ്ലിക്കൻസ് വളരെ കുറവ്. നിങ്ങൾക്കറിയാം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലൊക്കെ ആപ്ലിക്കൻസും വളരെ കുറവാണ്, നിയമനവും വളരെ കുറവായിരിക്കും. അപ്പൊ അത് നിങ്ങൾ നോക്കി വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വയനാട് നോക്കിയേ, വയനാടും 2026 തന്നെ നവംബർ മാസത്തിൽ എന്തുണ്ടാവും, വയനാട്ടിലും റാങ്ക് ലിസ്റ്റ് റദ്ദാവും. വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 805 കേട്ടോ. 805 പേരാണ് അപ്ലൈ ചെയ്തത്. കട്ട് ഓഫ് വന്നത് 36. കട്ട് ഓഫ് വന്നത് 36. മെയിൻ ലിസ്റ്റ് വന്ന ആളുകളുടെ എണ്ണം 70 കേട്ടോ. 70 പേരെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടത്. പക്ഷെ ആകെ 9 നിയമനേ നടന്നിട്ടുള്ളൂ. 9 നിയമനം മാത്രമാണ് വയനാട് നടന്നേക്കുന്നത്. അടുത്ത നോക്കി കണ്ണൂര് നോക്കി, നവംബർ 2026 ലിസ്റ്റ് റദ്ദാവും. കണ്ണൂരിൽ 1889 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 42.33 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. അത്യാവശ്യം മത്സരമുള്ള ജില്ല കൂടിയാണ്. 107 പേരുടെ ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റ് 107 പേരാണുള്ളത്. 28 ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. കാസർഗോഡ് നോക്കിയേ, കാസർഗോഡ് 4/12 ഡിസംബർ 2026 റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നത്. അപ്പൊ നോക്കി, കാസർഗോഡ് 1970 പേരാണ് അപ്ലൈ ചെയ്തത്. 43.67 കട്ട് ഓഫ് വന്നത്. 43.67 120 പേര് മെയിൻ ലിസ്റ്റ് വന്നു.
29 പേരെ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ടൊരു അനാലിസിസ് ചെയ്യുക. നിങ്ങൾ ഒന്ന് ഈ ഒരു കണക്കുകൾ ഇപ്പൊ നിങ്ങൾ കണ്ടു. ഈ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു ജില്ല എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോർമലി നമുക്കറിയാം പത്തനംതിട്ട, അതുപോലെ തന്നെ കണ്ണൂര്, വയനാട്, ഇടുക്കി ജില്ലകളൊക്കെ നിയമനം വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. സ്വാഭാവികമായിട്ട് ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. പത്തനംതിട്ട, പത്തനംതിട്ട, ഇടുക്കി, വയനാടൊക്കെ അത്യാവശ്യം മത്സരം കുറവാണ്. ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും മത്സരം കുറയും. ആപ്ലിക്കൻസിന്റെ എണ്ണം ഇല്ലാത്തത് എന്തുകൊണ്ടാ? ആപ്ലിക്കൻസിന്റെ എണ്ണം ഇല്ലാത്തത് തന്നെ അവിടെ നിയമനം സ്വാഭാവികമായിട്ടും കുറവുള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ നോർമലി നമുക്കറിയാം മലപ്പുറം ജില്ല ഒരു നല്ലൊരു ചോയ്സ് ആണ്. ആപ്ലിക്കേഷൻ കൂടുതലാണ്, മത്സരവും കൂടുതലാണ്. പഠിക്കാൻ തീരുമാനിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് കൂടിയാണ് മലപ്പുറം ജില്ല. അതുപോലെ തന്നെ കോഴിക്കോട് അത്യാവശ്യം നിയമനവും സ്കൂളും ഒക്കെ ഉള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. പാലക്കാട് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും അത്യാവശ്യം ഇത്തവണ നിയമനം കുറവാണെന്ന് കരുതി വരുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം കൂടും കുറയും, അതേപോലെ തന്നെ കുറയുമെന്നൊന്നും ഇല്ല. എറണാകുളം ജില്ലയിൽ അത്യാവശ്യം സ്കൂളുകളുള്ള ജില്ല കൂടിയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ നല്ല ഓപ്ഷൻ കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ്, അതുപോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം ഒക്കെ കണ്ടു. അപ്പം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, HSAയുടെ സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി മാസ്റ്റർ കി അക്കാദമി ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെബിനാർ സംഘടിപ്പിച്ച് ഒരു പുതിയ ബാച്ച്, HSA സോഷ്യൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ബാച്ച്. നമുക്കറിയാം നമുക്ക് സിലബസിനകത്ത് ചെറിയ അപ്ഡേഷൻസ് ഉണ്ടാവാം. കാരണം 2021 വന്ന സിലബസ് ആണ്, 22 വന്ന സിലബസ് ആണ്. ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 15% മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് തന്നെയാണ് സിലബസിനകത്ത് ഉള്ളത്. ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഇപ്പോഴേ നിങ്ങൾ ഈ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ഉള്ള പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പുകൾ തുടങ്ങണം. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മാസ്റ്റർ കി അക്കാദമി ഏറ്റവും പുതിയൊരു ബാച്ച് മാസ്റ്റർ കി അക്കാദമി ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള കോഴ്സാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു വാഗ്ദാനമാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 24/7 മെന്റർഷിപ്പ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെക്ഷനുകൾ. റെക്കോർഡ് ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ച്, സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാം, പഠിക്കാം. അതിന്റെ പ്രിന്റബിൾ മെറ്റീരിയൽ, അതായത് ക്ലാസ്സുകളുടെ ഓരോന്നിന്റെയും പ്രിന്റബിൾ മെറ്റീരിയൽ ആ ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ്. അതുപോലെ തന്നെ ലൈവ് സെക്ഷനുകൾ ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കുമ്പോൾ നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ വീക്കിലും നിങ്ങൾക്ക് സംശയ നിവാരണത്തിന് വേണ്ടി ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ആണ് ലൈവ് സെക്ഷനുകൾ. MCQ ഡിസ്കഷൻ ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ലൈവ് സെക്ഷനിൽ വരുന്നതാണ്. സിലബസ് ഫുള്ള് റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് തന്നെ കവർ ചെയ്ത് മുന്നോട്ട് പോകാം. കൃത്യമായ സ്റ്റഡി പ്ലാൻ, കൃത്യമായി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. മെന്റർ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തരും, സ്റ്റഡി പ്ലാനുകൾ തരും. അതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. കൃത്യമായി മോക്ക് എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, പരീക്ഷയോട് അടുപ്പിച്ച് മോഡൽ എക്സാമുകളൂടെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യം എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ കോഴ്സുകളെല്ലാം തന്നെ. നിങ്ങൾക്കറിയാം മാസ്റ്റർ കി അക്കാദമി 2020 മുതൽ ഈ ഒരു 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കുകൾ അടക്കം എല്ലാ മേഖലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ റാങ്കുകൾ സ്ഥിരമായി കേരള PSCയിൽ പരിശീലനം നടത്തി ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് നേടുന്ന ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും ഞങ്ങളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി. ആ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ HSA സോഷ്യൽ സയൻസിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, PSC യുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് പഠനം ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള സ്റ്റഡി സ്ട്രാറ്റജികളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.